നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈശ്വര, ദയക്ക് ജാമ്യം കിട്ടിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ പാതി പ്രശ്നം തീരും. പിന്നെ വിനയനും ചേരും ഒരുമിച്ച് അവിടെ വന്നതും ഒരു നല്ല ലക്ഷണം. അവരും കൂടി ഒന്നായാ പിന്നെ എന്റെ കാര്യത്തിലുള്ള തലവേദന മാത്രമേ നമ്മുടെ അച്ഛന് കാണൂ. അതും വലിയ പ്രശ്നങ്ങളില്ലാതെ തീർന്നോളും. അവർക്കെന്നെ വേണ്ടല്ലോ. ഇപ്പൊ എനിക്കും അവരെ വേണ്ടെന്നായി. അപ്പൊ പിന്നെ മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുത്ത ഒരു 6 മാസം. വേറെയും ചെറിയൊരു പ്രശ്നം തലപൊക്കിയിട്ടുണ്ടാനു. അത് നമ്മളെ മാത്രം വിഷമിപ്പിക്കുന്ന കാര്യമല്ല, സത്യസാറിന്റെ കുടുംബത്തെ കൂടെ ബാധിക്കുന്ന കാര്യം. അതെന്താ, മഞ്ചാടി വീണ്ടും ഗോകുലുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്ന് മാറിയോ? മാറിന്ന് മാത്രമല്ല, അവള് ചില പൊല്ലാപ്പൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്ക. ഞാനും ഗോകുലേട്ടനും തമ്മിലുള്ള കല്യാണക്കാരിയാണെങ്കിൽ സോറി അങ്കിൾ, ഗോകുലേട്ടനായി അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അച്ഛൻ നിർബന്ധിച്ച ചിലപ്പോൾ ഞാൻ സമ്മതിച്ചെന്ന് വരും. വേണ്ട വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ ഗോകുൽ അതിൽ നിന്ന് പിന്മാറിയെന്ന് അനന്തമാഷിനെ അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. താങ്ക്സ് അങ്കിളെ. അയ്യോ, എന്തൊക്കെയായി കേൾക്കുന്നേ? മഞ്ചാടി ഇത് എന്ത് വിചാരിച്ചാ? അച്ഛനിത് വല്ലതും അറിഞ്ഞോ? ദാസങ്ങള് എല്ലാ അച്ഛൻ്റെ അടുത്ത് സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ അതിനെക്കുറിച്ചൊരു അക്ഷരം പോലും അച്ഛൻ മഞ്ചാടിയോട് ചോദിച്ചിട്ടില്ലത്രേ. ഇതൊക്കെ എങ്ങനെ നമ്മുടെ അച്ഛനെ താങ്ങാൻ പറ്റും ചേച്ചി? മക്കളെല്ലാരും കൂടി സ്വന്തം അച്ഛനെ കൊലയ്ക്ക് കൊടുക്കുന്ന പോലെയല്ലേ ഇത്? അമ്മാവനിപ്പോ പഴയതുപോലൊന്നുമല്ല. മക്കൾക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്നും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായിരിക്കും മൗനം. പിന്നെ ദാസങ്ങൾ ഇപ്പൊ അടുത്തുണ്ടല്ലോ, അതും നമുക്കൊരു സമാധാനം. അല്ല രഘുവേട്ട, നമ്മുടെ മഞ്ചാടിയുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും? അതുകൂടെ നമ്മൾ അറിയണ്ടേ? അതന്വേഷിക്കാൻ ഞാൻ ചീരനോട് പറഞ്ഞിട്ടുണ്ട്. അവളെന്തായാലും ചോദിക്കും. അമ്പളി, കുറച്ച് വെള്ളം എടുക്കാം. അച്ഛനെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മനഃപൂർവ്വം ആരോടൊന്നും ചോദിക്കാതിരിക്കുക. അറിയാതിരിക്കാൻ വഴിയില്ല. സത്യങ്ങൾ എന്നെ ചിലപ്പോ വിളിച്ചു കാണും. എടി, നിനക്ക് അച്ഛന്റെ കാര്യോർത്ത് ഒരു ടെൻഷനും ഇല്ലേ? അച്ഛൻ ചോദിച്ചാൽ പറയാനുള്ള ഉത്തരവൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോ ഞാൻ എന്റെ കാര്യം തുറന്നു പറയുമെന്ന് തോന്നിയുണ്ടാവും അച്ഛനൊന്നും ചോദിക്കാത്തത്. ഗോകുലിന് വേണ്ടെന്ന് പറയാനുള്ള അവകാശം നിനക്കുണ്ട്. അവന് വേണ്ടി ആരും നിന്നെ ഇനി നിർബന്ധിക്കുകയില്ല. പക്ഷെ ജീവൻ രാജുവായി നീ വീണ്ടും അടുക്കാൻ തീരുമാനിച്ചെങ്കിലേ അതാരും അനുവദിച്ചു തരുമെന്ന് നീ കരുതണ്ട. എടി, അങ്ങനെ വല്ലതും ഉണ്ടോ നിന്റെ മനസ്സില്? അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാവും ആ ഗോകുൽ അവനെ അടിച്ചത്. പക്ഷെ അത്ര വലിയ മണ്ടത്തരം നീ കാണിക്കില്ലെന്ന എന്റെ വിശ്വാസം. അങ്ങനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിയാ മണ്ടി. അപ്പൊ എന്റെ ഊഹം ശരിയല്ലേ? എനിക്കറിയായിരുന്നു നീ എങ്ങോട്ടാ പോകുന്നേന്ന്. അതെന്റെ തോന്നല് മാത്രമായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെയാ ഇപ്പോഴും ഞാൻ നിന്നോട് സംസാരിച്ചത്. ഞാൻ അങ്ങനെ ആയിപ്പോയി ചേച്ചി. എനിക്കൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ഥാനത്ത് ജീവൻരാജിനെ അല്ലാതെ മറ്റാരെ കുറിച്ചും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ചേച്ചി. മതി, നിർത്ത്. നിന്റെ ബുദ്ധിക്ക് എന്തോ കാര്യമായി തകരാറ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വഞ്ചിച്ചവനെ വീണ്ടും വിശ്വസിച്ച് കൂടെ കൂട്ടുന്നത്. എടി, ഇതൊക്കെ ഈ പ്രായത്തിന്റെ കുഴപ്പമാ. ലൈഫിനെ കുറിച്ചും പാർട്ട്ണറെ കുറിച്ചും ഒന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. അതിനുള്ള പ്രായമാവട്ടെ. ഇപ്പൊ നീ പഠിച്ചാ മതി. പഠിച്ച് ബുദ്ധി കുറച്ചുകൂടി തെളിയുമ്പോ നിനക്ക് തന്നെ മനസ്സിലാവും
ഏതാ ശരി ഏതാ തെറ്റെന്ന്. അതുവരെ നിന്റെ ഈ മനസ്സിലിരിപ്പ് വേറെ ആരും അറിയണ്ട. ഇല്ല ചേച്ചി, ഞങ്ങൾ ആരെ കൊണ്ടും പറയിപ്പിക്കാതെ ഇങ്ങനെ അങ്ങ് പോയിക്കോളാം. അതിനിടയിൽ ആരും വന്ന് ഞങ്ങളെ തമ്മി തല്ലിക്കാതിരുന്നാ മതി. മഞ്ചാടി, ഈശ്വര, സുധാ, സുധോ, ആ എന്താ കുഞ്ഞമ്മേ? എടാ സുധാ, നീ ദിവസം പത്രം വായിക്കുന്നവനല്ലേ? അതിൽ വല്ല കഞ്ചാവ് കേസിലോ കുത്തു കേസിലോ മുരുകനെന്ന് പേരുള്ള ഒരുത്തൻ പോലീസിന് പിടിയിലായെന്ന് അറിഞ്ഞ എന്നോടൊന്ന് പറയണേ. അവനകത്തായെങ്കിലേ എനിക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. അല്ല, കുഞ്ഞമ്മ സുശീലെ പോയി കണ്ടിട്ട് എന്തായി? ഓ, അവള് പാപ്പരാണത്രേ. സച്ചിസാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം കിട്ടിയിരുന്നു. അത് മുക്കുവണ്ടാണെന്ന് അവൾ ഇപ്പൊ പറയുന്നേ. അത് സത്യ കുഞ്ഞമ്മേ. സുശീല ആ സ്വർണം പണയം വെക്കാൻ കൊണ്ടുപോയപ്പോ പോലീസ് പിടിച്ചതും ഇന്ദ്രൻ പോയി ഇറക്കിക്കൊണ്ടു വന്നതൊക്കെ ഞാനും അറിഞ്ഞ കാര്യ. ആണോ? സച്ചിസാറ് കനത്ത പണി തന്നെയാണല്ലോ സുശീലിക്ക് കൊടുത്തത്. ഓ, എന്നാ ഇനി അവളുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതെ, ഒരു 10,000 രൂപ കൊണ്ട് കുഞ്ഞമ്മയുടെ പ്രശ്നം തീരുമെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം. കുഞ്ഞമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി കിടക്കുകയും ചെയ്യാലോ. ഓ, അതുകൊണ്ടൊന്നും എനിക്ക് അവനൊരു കിടക്കപ്രതി ഒന്നും തരാൻ പോകുന്നില്ല എന്റെ സുധാ. ഒരു 2 ലക്ഷം രൂപയെങ്കിലും വേണം. 2 ലക്ഷം രൂപ കൊടുത്ത ആ സ്വത്തില് അവനൊരവകാശവും വേണ്ടെന്ന് എഴുതി തന്നിട്ട് അവൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാന്നാ അവനിപ്പോ അവസാനായിട്ട് എന്നോട് പറഞ്ഞേ. അങ്ങനെയെങ്കിൽ ആ പ്രമാണം ഏതെങ്കിലും ബാങ്കിൽ പണയം വെച്ച് അവന് 2 ലക്ഷം രൂപ കൊടുത്താ പോരെ? അപ്പൊ പിന്നെ ആ പ്രമാണം അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയും ചെയ്യും. അതൊക്കെ ഞാൻ ആലോചിച്ചതാ സുധാ. പക്ഷേ മുരുകനെയും കൊണ്ട് ബാങ്കിൽ പോകാൻ പറ്റില്ല. അവൻ ചതിക്കും. ഞാൻ അറിയാതെ പ്രമാണം കൊണ്ട് വിറ്റവൻ തൊലയ്ക്കും. ആ, അതെവിടെയെങ്കിലും ഒന്ന് പണയം വെക്കാൻ നീ എന്നൊന്ന് സഹായിക്കൂ സുധാ. അത് നമുക്ക് ആലോചിക്കാം കുഞ്ഞമ്മേ. 2 ലക്ഷം രൂപയല്ലേ? ആ, പ്രമാണം കൃത്യമാണെങ്കിൽ ഏത് ബാങ്കിൽ കൊടുത്താലും നാളെ തന്നെ പൈസ എന്തായാലും കിട്ടും. നീ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ചെക്കനെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടിയാ എനിക്ക് എന്റെ ചിട്ടിയും കാര്യങ്ങളും നോക്കി ഉള്ള കാലം സ്വസ്ഥമായിട്ട് ജീവിക്കായിരുന്നു.